friends, Assalamualaikum warahmatullahi wabarakatuh. Welcome back to our channel Nisha's Food Corner. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ 65 ആണ്. ചിക്കൻ 65 കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ഒരു സാധാ ഒരു ഫ്രൈ ആയിട്ടുള്ള ഒരു സംഭവം. ബട്ട് ഇത് അങ്ങനെയല്ല കേട്ടോ. എൻ്റെ ഉമ്മേൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു ഓണിയൻ വെച്ച് കൊടുക്കുക. പിന്നെ 2 ഗാർലിക്, പിന്നെ ഒരു ജിഞ്ചർ, പിന്നെ ഒരു 6 ഗ്രീൻ ചില്ലി. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ഒരു 2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോറി, ടേബിൾ സ്പൂൺ ആയിരുന്നു. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതൊക്കെ ഒന്നും കൂടി ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു ബൗൾ എടുത്തിട്ട് കുറച്ച് ചിക്കൻ, നമ്മൾ 1 കിലോ ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്ത് വെച്ചാൽ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ചിക്കനിലേക്ക് നന്നായിട്ട് ഇത് പിടിക്കണം. ഇത് 1 കിലോ ചിക്കൻ ആണ് നമ്മളത്. പിന്നെ 2 മണിക്കൂർ അതൊന്ന് മൂടി വെക്കണം. നന്നായി മിക്സ് ആയതിനു ശേഷം ഒരു 2 മണിക്കൂറിലേക്ക് അതൊന്ന് മൂടി വെക്കണം. ഫ്രിഡ്ജിലാണ്. പിന്നെ നമ്മളൊരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഇല്ല, ഫ്രീസ് ചെയ്യാൻ വെച്ച ചിക്കന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ ഒരു ഷാലോ ഫ്രൈ ആയാൽ മതി, ഡീപ് ഫ്രൈ ആവരുത്. നമ്മൾ ഓരോരോ ചിക്കൻ പീസസ് ആയിട്ട് വെച്ച് കൊടുക്കാം. ഒരു ഹാഫ്. ഇതന്നെ ഈ ഒരു ഫ്രൈ തന്നെ മതിയെന്ന് വിചാരിക്കുന്നുണ്ടാവും. ബട്ട് നമ്മളെ കറി അങ്ങനെയല്ല, കുറച്ചൊരു ഗ്രേവി ടൈപ്പാണ്. ചിക്കൻ ഇതിൽ വെച്ചിട്ട് നന്നായി തിളച്ചങ്ങനെ മറിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഓരോരോ ചിക്കൻ പീസസ് ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ വെച്ച് കൊടുക്കാം, നന്നായിട്ടൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു ഫ്രൈയിലാണ് ആവേണ്ടത്. അതിവിടെ ആയിട്ടുണ്ട്. നമ്മളത് വേറെ ഇതിലേക്ക് മാറ്റാം. ഇത് നമ്മുടെ ചിക്കൻ ഇതവിടെ ഫ്രൈ റെഡി ആയിട്ട് നമ്മളൊരു ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ പാനിലേക്ക് തന്നെ കുറച്ച് കോക്കനട്ട് ഓയിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 ടൊമാറ്റോസ് ആണ്. 500 ഗ്രാമാണ് കേട്ടോ. അത് പുകയൊക്കെ ഇങ്ങനെ ഇതാവുന്നുണ്ട്. നല്ലോണം ഒന്ന് ഇതാക്കാം. ഇതൊന്ന് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ. പിന്നെ ഒന്ന് നന്നായി ഒന്നും കൂടി ഒന്ന് അത് രണ്ടും മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം
കുറച്ച് നേരത്തേക്ക്, അത്ര നേരം വേണ്ട, ഒന്ന് അടിച്ചു വെക്കാം. അടിച്ചു വെച്ചാൽ നമ്മളിപ്പോൾ ഇത് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച പേസ്റ്റ് കുറച്ച് ഇതിലേക്കും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ ചിക്കനെ ചേർത്ത് നല്ലൊരു ഫ്രൈ ആയിരുന്നു. ഇതിപ്പോൾ ഒരു ഗ്രേവി ടൈപ്പ് ആകാൻ പോവാണ്. ഇതാ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മൾ മൂടി വെച്ച് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളെ കറി എന്ന് പറഞ്ഞ ഒരു തിക്ക് ഗ്രേവിയാണ്, അത് ലൂസ് അല്ല. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കുറച്ച് തിക്കായിട്ടുള്ള സംഭവമാണെന്ന്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് വേറൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ യമ്മി ഡെലീഷ്യസ് ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.